ഉണ്ടാവില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. പക്ഷെ അവിടെ എവിടെയും അവനെ കാണാനുണ്ടാവില്ല. അപ്പൊ അതേ സമയത്ത് പുറത്ത് ഇപ്പൊ ടോബിയും ബ്ലാക്ക് സെഡ്സും അവര് രണ്ടുപേരും എന്തോ വമ്പൻ പ്ലാനിങ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാക്കുറ അവള് ഫുൾ ടൈം ഹൊക്കാഗയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് വിഷമത്തില് ഹൊക്കാഗെ ആന്റി നോക്കിയിരിക്കും. അപ്പൊ ആ സമയത്ത് സായി അവിടേക്ക് വരും. കട്ട് ചെയ്ത ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കുട്ടപ്പൻ അവൻ ഒരുപാട് വിഷമത്തില് അങ്ങനെ കിടക്കുകയാണ്. കാരണം അവൻ എത്ര ശ്രമിച്ചിട്ടും റെയ്ക്കാഗയുടെ മനസ്സ് മാറ്റാൻ അവനെ കൊണ്ടായില്ല. കട്ട് ചെയ്ത ഇപ്പൊ സായി നടന്ന എല്ലാ കാര്യങ്ങളും സാക്കുറയോട് പറയും. നിനക്ക് കുട്ടപ്പൻ തന്ന വാക്കു പാലിക്കാനാണ് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നത്. സാസുകയ്ക്ക് വേണ്ടി അവൻ ക്ലൗൺ വില്ലേജുകാരുടെ ഒരുപാട് അടി വാങ്ങി. മാത്രമല്ല റെയ്ക്കാഗെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ആളുടെ കാല് പിടിക്കാനുമായിട്ട് അവൻ റെയ്ക്കാഗെ തേടി പോയിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി അവൾ ഷോക്കാവും. സായി വീണ്ടും പറയും കുട്ടപ്പന്റെ കൂട്ടിന് യാമുട്ടോ സെൻസായും കാക്കാഷി സെൻസായും അവന്റെ കൂടെ തന്നെയുണ്ട്. ആക്ച്വലി കുട്ടപ്പന് സാക്കുറയോട് ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ ഇമോഷണൽ ഫീലിങ്സ് അത് പലതവണ അവൻ നിന്നോട് തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു വാക്ക് അവൻ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ ഇതുവരെ അവന്റെ ഫീലിങ്സ് അത് തുറന്നു പറയാത്തത്. കട്ട് ചെയ്ത സാക്കുറ ഇപ്പൊ അത് കേട്ട് ഒരു നിമിഷം ഷോക്കാവും. അപ്പൊ അവൾക്ക് ഓർമ്മ വരും ഫ്ലാഷ് ബാക്കില് അവൾ കുട്ടപ്പനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, എങ്ങനെയെങ്കിലും സാസുകയെ അവനെ തിരികെ ഗ്രാമത്തിലെത്തിക്കണം. അന്ന് മനസ്സ് കല്ലാക്കി കുട്ടപ്പൻ അവക്ക് വാക്ക് കൊടുത്ത് അവിടുന്ന് കടന്നുപോയി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സായി അവൻ സാക്കുറയോട് പറയും യഥാർത്ഥത്തിൽ കുട്ടപ്പന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ നിന്നെ പ്രണയിക്കുകയാണ്. അത് കേട്ട് സാക്കുറ അവൾ പൊട്ടിക്കരയും. കാരണം അവന്റെ ഫീലിങ്സ് അത് ഉള്ളിലൊതുക്കിയാണ് അവളുടെ ഇഷ്ടത്തിനു വേണ്ടി സാസുകയെ തിരികെ കൊണ്ടുവരാം എന്നവൻ സമ്മതിച്ച് അതിനുവേണ്ടി ഇപ്പോഴും അവന്റെ ജീവൻ പോലും പണയപ്പെടുത്തി അവൻ കഷ്ടപ്പെടുന്നത്. അവൾക്കിപ്പോ അവളുടെ സങ്കടം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൾ പൊട്ടിക്കരയാണ്. കട്ട് ചെയ്ത സായി അവൻ വീണ്ടും പറയും അവൻ ഇത്രയും നാളും നിനക്ക് തന്ന വാക്കും പേറിയാണ് ഇത് മുഴുവൻ അനുഭവിച്ചത്. ഒരു കണക്കിന് പറഞ്ഞ ഒരു കേസ് മാർക്ക് പോലെ അതിപ്പോഴും കുട്ടപ്പനെ വേട്ടയാടുകയാണ്. സാസുക അവനെ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും വീണ്ടും അവൻ ആ ലക്ഷ്യത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തില് നീയും സാസുകയെ പോലെ അവനെ ശിക്ഷിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈനോ അവളും പൊട്ടിക്കരയാണ്. കാരണം അവളും സാസുകയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൻ റോക്ക് നിഞ്ചയാണ്, അവനെ കൊന്നു കളയണമെന്ന് പറഞ്ഞത് ഇപ്പൊ അവളെ കൊണ്ടും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കിബ ചോദിക്കും സാസുക റോക്ക് നിഞ്ചയാണെന്ന് പറഞ്ഞതില് ഇവളെന്തിനാ പട്ടി മോങ്ങും പോലെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നേ. അപ്പൊ ടെൻ ഇപ്പൊ കിബയോട് പറയും നിനക്കറിയില്ലേ ഇവൾക്ക് സാസുകയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ നെജി പറയും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഷിക്കമരു ഇനി അവനെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അവൻ വിചാരിച്ച സാസുകയെ പുട്ടുപോലെ രക്ഷിക്കാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഷിക്കമരു അവനിപ്പോ നമ്മുടെ ലേഡി ഹൊക്കാഗെയുള്ള ആ ഒരു ടെന്റിന്റെ അടുത്തേക്ക് വരും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ആള് സായിയോട് പറയും ആക്ച്വലി കുട്ടപ്പൻ സാക്കുറ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല സാസുകയെ അന്വേഷിച്ചു പോയത്. അവന് സാസുക ഒരു ബ്രദറിനെ പോലെയാണ്. അവന്റെ ആഗ്രഹം സാസുകയെ തിരികെ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അതിന് സായി പറയും നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ സാസുകയെ തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മളും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ അത് കേട്ട് ഷിക്കമരു അവനിപ്പോ അകത്തേക്ക് വരും. അവൻ പറയും സായി പറഞ്ഞത് 100% ശരിയാണ്. നമ്മൾ എത്ര കാലം എല്ലാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും മാറി നിൽക്കും? സാസുകയെ തിരികെ കൊണ്ടുവരാനും അക്കാസ്കി മെമ്പേഴ്സിനെ അവരെ തകർക്കാനും നമ്മളും നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണം. മാത്രമല്ല ഹിഡൻ ക്ലൗൺ വില്ലേജ് അവരിപ്പോ സാസുകയെ കൊല്ലാൻ നടക്കുകയാണ്. അവരൊരു പക്ഷേ സാസുകയെ കൊന്നുകളഞ്ഞ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള നിങ്ങള് വെറുതെ ഇരിക്കില്ല. പിന്നീട് അത് രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അക്കാസ്കി ടീമിൽ നിന്ന് സാസുകയെ തിരികെ എടുക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സാക്കുറ എന്ന് ഷിക്കമരു ഇപ്പൊ അവളോട് ചോദിക്കും. പക്ഷെ അവൾ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുകയാണ്. ഷിക്കമരു പറയും എനിക്ക് വേണ്ടത് സാക്കുറയുടെ സമ്മതമാണ്. അതിന് സാക്കുറ പറയും ദയവ് ചെയ്ത് നീ ഒന്നും പറയരുത്. അതിന് ഷിക്കമരു ഇതെനിക്കോ നിനക്കോ സാസുകയ്ക്കോ കുട്ടപ്പനോ വേണ്ടി മാത്രമല്ല നമ്മുടെ ലീഫ് വില്ലേജിന് വേണ്ടിയാണ്. എനിക്ക് കുട്ടപ്പനോടും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അവൻ എവിടെയും ചോദിക്കുമ്പോ അതിനവര് പറയും അവനിപ്പോ റെയ്ക്കാഗെ കാണാനായിട്ട് ആളുടെ വില്ലേജിലേക്ക് പോയിരിക്കുകയാണ്. അത് കേട്ട് ഷിക്കമൊരു ഷോക്കാവും. അപ്പൊ സാക്കുറ പറയും എനിക്കും
കുട്ടപ്പനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ കാരണമാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്ക് ഇനിയും അവനെ പ്രയാസപ്പെടുത്താനാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കുട്ടപ്പനെ കണ്ടുമുട്ടണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഫൈക്കാകെ മീറ്റിംഗില് ഇപ്പൊ ഡാസോ പറയും, ഈ പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് മാത്രമേ അവരെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ അറിയൂ. അതുകൊണ്ട് ഈ ടീമിന്റെ ലീഡർ അത് ഞാനാവാം. അതിന് റേക്കാകെ ചാടി എഴുന്നേറ്റ്, നിനക്ക് അവരെ കുറിച്ചൊരു ചുക്കും അറിയില്ല, നീ ഹൊക്കാകെ ആയിട്ട് ആകെ ഒരാഴ്ച പോലും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അക്കാസ്കി ടീമുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തത് എന്റെ വില്ലേജാണ്. അതുകൊണ്ട് ഈ ടീമിന്റെ ഹെഡ് അത് മറ്റാരും ആയിരിക്കില്ല, ഞാൻ തന്നെ ആവും. അതിനാ മെയിൻ ചീഫ് പറയും, അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാണ്. ഈ ലീഡർക്ക് പവർ മാത്രമല്ല ക്ഷമയും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കയ്യില് ഇനി ആകെ ബാക്കിയുള്ളത് നയൻ ടെയിൽ മാത്രമാണ്. അതുള്ളത് ലീഫ് വില്ലേജിലാണ്. അതുകൊണ്ടാണ് ഹൊക്കാഗെ ഈ ഒരു ടീമിന്റെ ലീഡർ ആക്കുന്നതില് ഞാനും അനുകൂലിക്കുന്നത്. കട്ട് ചെയ്ത അയോഗെ അവനിപ്പോ ഹൊക്കാഗെ ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഡാസോയുടെ ഒരു കണ്ണ് അത് ശരിയങ്ങം കണ്ണാണെന്ന് അവന് മനസ്സിലാവുക. അവൻ പതിയെ മുൻപോട്ട് വരും. എന്നിട്ട് ഡാസോയോട് പറയും, ഡാസോ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കവർ ചെയ്ത ആ ഒരു കണ്ണ് അത് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അവനറിയാം ആ ഒരു കണ്ണ് അത് മറ്റാരുടേതും അല്ല, CC ഉച്ചിഹയുടേതാണ്. ഈ CC ഉച്ചിഹ ഹിറ്റാച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ പറയും, ഇത് CC ഉച്ചിഹയുടെ കണ്ണാണ്, അത് നീ അടിച്ചു മാറ്റി. സത്യം പറ, ഇത് അവന്റെ കണ്ണല്ലേ, അത് ഞങ്ങളുടെ മുൻപില് തുറന്ന് കാണിക്കാനായിട്ട്. അവനിപ്പോ ദേഷ്യപ്പെട്ട് പറയും. അപ്പൊ ബാക്കിയുള്ളവർ ടെൻഷനായിട്ട് ഇപ്പൊ പരസ്പരം